ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാലവനെൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാലോ മനിച്ചൻ മിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവസ്വര സന്ദേശമാണ് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന സന്ദേശം. നമുക്കറിയാവുന്നതുപോലെ ദൈവം നമുക്ക് നൽകിയ 10 കൽപ്പനകളിൽ 9ാമത്തെ കൽപ്പനയാണ് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന കൽപ്പന. ഇതൊരു സ്വരസന്ദേശമായി ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് എന്ത് സന്ദേശമാണ് കർത്താവേ നീ തരുന്നതെന്ന് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്നതാണ് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ഇത് നമുക്കെല്ലാവർക്കുമുള്ള ശക്തമായ ഒരു ദൈവിക സന്ദേശമാണ്. ഒത്തിരി പേരാണ് ഈ ഒരു കൽപ്പനയുടെ ലംഘനം നിമിത്തം കുടുംബത്തിൽ ശാപവും വിനാശവും വരുത്തി വയ്ക്കുക. വിവാഹമെന്ന അതൊരു കൂദാശയാണ്. ആ വിവാഹമെന്ന പരിശുദ്ധമായ കൂദാശ, ആ കൂദാശയ്ക്ക് ലംഘനം വരുത്തുന്ന രീതിയിലുള്ള അവിശ്വസ്തയോടെയുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ, വിവാഹമെന്ന കൂദാശയുടെ വിശ്വസ്തതയ്ക്ക് നിരക്കാത്തതും വിശുദ്ധിക്ക് നിരക്കാത്തതുമായ പെരുമാറ്റങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇതിലൂടെയൊക്കെ ഒത്തിരി മക്കളാണ് ഈ തിന്മയ്ക്ക് വീണു പോവുക. ചിലപ്പോൾ അയൽപ്പക്കാരായിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളായിട്ടായിരിക്കാം, ചിലപ്പോൾ ജോലി സ്ഥലത്തെ വ്യക്തികളായിട്ടായിരിക്കാം. പലപ്പോഴും ഈ ധ്യാന ശുശ്രൂഷയിലായിരിക്കുമ്പോൾ പലരും ഇവിടെ ധ്യാനിക്കാനായിട്ട് വരുമ്പോഴൊക്കെ പലപ്പോഴും ഈശോ കാണിക്കുന്ന ഒരു മേഖല, ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പല വ്യക്തികളായിട്ടുള്ള അമിതമായ അടുപ്പം, അത് പിന്നീട് ഇങ്ങനെയുള്ള പല തിന്മകളിലേക്കും എത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെ ഒത്തിരിയേറെ വിനാശം അവരുടെ കുടുംബത്തിൽ വരുത്തി വെച്ചതായിട്ടും കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ധ്യാന സെൻറ്ററിലേക്ക് ചിലരൊക്കെ കടന്നു വരിക. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് തരുന്ന ചില വചനഭാഗങ്ങൾ നമുക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈ തിന്മ നമ്മിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ വിട്ടുപോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 9-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. കന്യകയുടെ മേൽ കണ്ണു വെക്കരുത്, നീ കാലിടറി വീഴും, പരിഹാരം ചെയ്യേണ്ടി വരും. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 9-ാം അധ്യായം 8-9 തിരുവചനം നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. രൂപവതിയിൽ കണ്ണ് പതിയരുത്, മറ്റൊരുവന് സ്വന്തമായ സൗന്ദര്യത്തെ അഭിലഷിക്കരുത്. സ്ത്രീ സൗന്ദര്യം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വികാരം അഗ്നി പോലെ ആളിക്കത്തുന്നു. അന്യന്റെ ഭാര്യയോടൊത്ത് ഭക്ഷണത്തിനിരിക്കരുത്.
ഭക്ഷണത്തിനിരിക്കരുത്. വീഞ്ഞു കുടിച്ച് മതിക്കുകയുമരുത്. നിന്റെ ഹൃദയം അവളിലേക്ക് ആകൃഷ്ടമാകും. നീ നാശത്തിലേക്ക് തെന്നി വീഴും. വലത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, നമ്മുടെ ഈ അമിതമായ മറ്റ് വ്യക്തികളായിട്ടുള്ള നമ്മുടെ കൂട്ടുകെട്ടുകൾ, ഇങ്ങനെ അയൽപ്പക്കാരോ ബന്ധുക്കളോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില വ്യക്തികളോ മറ്റുള്ളവരുടെ ജീവിത പങ്കാളികളായിട്ടുള്ള ഈ അമിതമായ കൂട്ടുകെട്ട് പലരെയും മോശമായ സ്പർശനം, ചുംബനം, ആലിംഗനം ഇങ്ങനെയുള്ള വലിയ തിന്മകളിലേക്ക് എത്തിക്കുന്നതായിട്ട് കാണിക്കാറുണ്ട്. അത് പിന്നീട് വലിയൊരു നാശത്തിന് കാരണമായി തീരുകയാണ്. അതുകൊണ്ട് ഈ 9-ാം പ്രമാണത്തിലൂടെ കർത്താവ് ഇത് വിലക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13-ാം അധ്യായം 4-ാം തിരുവചനം നമുക്ക് നേറ്റ് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റു പറയുന്നു, എല്ലാവരുടെയും ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. മണവറ മലിനമാകാതിരിക്കട്ടെ. കാരണം അസന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വല്ലതും പറഞ്ഞേ ഹല്ലേലൂയ. ആണോ, ദൈവം ഈ അസന്മാർഗികൾ ഇത്തരം മേഖലയിൽ അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുക നമ്മുടെ ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവ് ശക്തനായ രാജാവായിരുന്നു. പക്ഷേ ആരും വീട്ടിലില്ലാത്തൊരു സമയം, അനുകൂലമായൊരു സമയം അദ്ദേഹത്തിന് വന്നപ്പോൾ അദ്ദേഹം അന്യൻ്റെ ഭാര്യ ബത്ശബ, ഊറിയ എന്ന മകൻ്റെ ഭാര്യയാണ്, ആ സഹോദരൻ്റെ ഭാര്യയെ കൊണ്ടുവന്ന് വ്യഭിചാരം ചെയ്യുകയാണ്. സംഭവം നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വന്ന നാശനഷ്ടങ്ങൾ, തകർച്ചകൾ, അതിലൊരു വചനം മാത്രം പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴുകിയില്ല. കണ്ടോ, വലിയത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, നാഥാൻ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് ദാവീദിനോട് പറയാണ്, നീ എന്നെ നിരസിച്ച് എൻ്റെ വാക്ക് കേൾക്കാതെ ഊറിയായുടെ വേറൊരു വ്യക്തിയുടെ ഭാര്യയെ സ്വന്തമാക്കിയതുകൊണ്ട് നിൻ്റെ വീട്ടിൽ നിന്ന് വാൾ ഒഴിയില്ല. കണ്ടോ, വലിയൊരു ശിക്ഷ അതിന് ദാവീദിന് സ്വീകരിക്കേണ്ടി വരുന്നു. ഇന്ന് നമ്മൾ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വചനഭാഗം ഇത് തന്നെയാണ്. സാമുവേലിൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം 7 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധാപൂർവം വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ എന്തെങ്കിലും തിന്മകൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, വിചാരത്തിൽ, വാക്കിൽ, ഈശോ പറഞ്ഞില്ലേ, വിചാരത്തിലെങ്കിലും ഒരു വ്യഭിചാരത്തിൻ്റെ മേഖല നമ്മിലേക്ക് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വചനഭാഗം എല്ലാവരും ഏറ്റുപറയാൻ. എല്ലാവരും ഏറ്റുപറയുന്നു. നാഥാൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. സാവൂളിൽ നിന്ന് നിന്നെ രക്ഷിച്ചു. നിന്റെ യജമാനന്റെ ഭവനം നിനക്ക് നൽകി. അവന്റെ ഭാര്യമാരെയും നിനക്ക് തന്നു. നിന്നെ ഇസ്രായേലിന്റെയും യൂദായുടെയും രാജാവാക്കി. ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുമ്പാകെ ഈ തിന്മ ചെയ്തു? അമോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു. അവന്റെ ഭാര്യയെ നീ അപഹരിച്ചു. എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്നും വാൾ ഒഴുകിയില്ല. കർത്താവ് അരുൾ ചെയ്യുന്നു,
അരുളി ചെയ്യുന്നു. നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യമാരെ അന്യനു കൊടുക്കും. പട്ടാപകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് രഹസ്യമായി ചെയ്തു. ഞാനിത് ഇസ്രായേലിന്റെ മുഴുവൻ മുമ്പിൽ വെച്ച് പട്ടാപകൽ ചെയ്യിക്കും. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. നീ മരിക്കുകയില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. കരങ്ങളുയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. 9-ാം പ്രമാണത്തിന്റെ അഭിഷേകം വന്ന് നിറയട്ടെ. ശിരിരി അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ ഭർത്താവിനെ മോഹിക്കരുത്. വിവാഹ ജീവിതം വിശുദ്ധമായി ആചരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വസ്തതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം ആഗ്രഹിക്കാത്ത എല്ലാ ബന്ധങ്ങളും രീതികളും ചെയ്തികളും സംസാരങ്ങളും പ്രവൃത്തികളും വിട്ടുപോകട്ടെ. തെറ്റായ സ്നേഹബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ അവസാനിക്കട്ടെ. ആലുലിയ ഫോൺ സെറ്റ്സ് അവസാനിക്കട്ടെ. അവിഹിത ബന്ധങ്ങൾ അവസാനിക്കട്ടെ. വ്യഭിചാര ദുർബോധം വിട്ടുപോകട്ടെ. പരസംഗം വിട്ടുപോകട്ടെ. ആലുലിയ ഫോൺ സെറ്റ്സും വിട്ടുപോകട്ടെ. ആലുലിയ എല്ലാ ലൈംഗിക പാപങ്ങളും വിചാരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ടുള്ള തിന്മകള് യേശു നാമത്തിൽ മാറിപ്പോട്ടെ. കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കി വചനാഭിഷേകം നിറയട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ച് യേശുവിലേക്ക് നോക്കിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോ. കരങ്ങളുയർത്തിടിച്ച് എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെ. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. യേശു ക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തെ പൂജിച്ചുകൊണ്ട് കരങ്ങളുയർത്തി സ്തുതിക്കുക. ദൈവത്തിന്റെ ആത്മാവായ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലൽമ മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ എല്ലാവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപരനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടെ തിരത്തത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാര, കൂടോത്രം, ദുഷ്ടദോഷം, ഐശാചി, ആക്രമ, പീഡന, ബാധകൾ, കൈവശങ്ങളും ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നയിക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാവന്റെ സത്യയിലും മധ്യസ്ഥാലും മികാ, റബ്ബ, ഗബ്രിയ, മാലാമാട്, സത്തമാ, ശാന്ത, സംരക്ഷണത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തില് വ്യക്തിജീവിതത്തിലും സമൂഹത്തിലെ എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്തുത്തിലും ഭക്ഷണം കടന്നുന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാപ്തിയും പൈശാചികമായ സകല ബന്ധനങ്ങളും 10:4, ലുക്ക 4:8, മർക്കോസ് 16:5, ഉന്നിയോന 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവത്തിന് മന്ദി 10 സതിയ സകലവിധ പ്രകൃതിശം ഇടിമിന് ഇടിവിട്ട് നാശനഷ്ടങ്ങൾ ഉറപ്പ്, ഉദ്ദേശം, വാശി, വൈരാഗം, തർക്കം, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജടിക, ദ്രവ്യാസി, ഗോപാസി, ഭക്ഷണാസക്തി, സ്വയംഭോഗം, സ്വർഗപാത, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാര, ദുർബുദ്ധം, അഹങ്കാര, അസൂയ, അലസം, മോഹം, കോപം, കൊതി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പനാസം, യാത്രാ തടസ്സം, പഠനതടസ്സം, കൊടുതിയിൽ സാമ്പത്തികമുണ്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരിക ഭാഷയത്തിൽ ചെറുതുബന്ധമായ രോഗപീഠകൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ, വചനം വായിക്കാൻ, ജപമാചരണ തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശം തടസ്സങ്ങൾ, വന്യജീവനുള്ള ക്ഷുദ്രയുള്ള ആക്രമണങ്ങൾ, അതിന്റെ പിന്നിൽ പതിവ് പൈശാചിക അരിവിൽ അന്ധകാര സത്യ സാത്താ
സത്യ ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാമത്തിൽ ഞാൻ ശാസിക്കുന്നു, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ബഹിഷ്കരിക്കുന്നു, ഈശോയുടെ കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കൽ ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലേക്ക് കടന്നു നിന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ വിട്ടുപോട്ടെ. ആലുലിയ 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 ആലുലിയ. എല്ലാ ജടികാസത്തി ലൈംഗികാസത്തി യേശുനാമത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിൽ കണ്ടുകൊണ്ട് എന്നേക്കുമായി വിട്ടുപോട്ടെ. ആലുലിയ 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 ആലുലിയ. കരങ്ങളടിച്ച് വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാ. കരമുയർത്തി. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. പടി. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെ. ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചുകൊണ്ട്, ഈശോയിൽ ഉറപ്പിച്ചുകൊണ്ട്, വിശുദ്ധ കുർബാനയിൽ ഉറപ്പിച്ചുകൊണ്ട് സ്തുതിക്കുക. ഹാലുലിയ ഹാലുലിയ. കുർബാനയുടെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. കുംഭസാരത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. വിവാഹം എന്ന കൂദാശയുടെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. പൗരോഹിത്യം എന്ന കൂദാശയുടെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. സ്ഥൈര്യലേപനം എന്ന കൂദാശയുടെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. മാമോദിസ എന്ന കൂദാശയുടെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. കൂദാശകളുടെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. അനുതാപം നിറയട്ടെ, പാപബോധം നിറയട്ടെ, പശ്ചാത്താപം നിറയട്ടെ. ഹാലുലിയ 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 ഹാലുലിയ. തെറ്റായ സ്നേഹബന്ധങ്ങൾ അവസാനിക്കട്ടെ. ഷിയാ റിയ 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 റിയ. ഷിയാ റിയ 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 റിയ. ഷിയാ റിയ 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 റിയ. എല്ലാവരും സ്തുതിച്ചേ. ഷിയാ റിയ 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 റിയ. ഹാലുലിയ 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 ഹാലുലിയ. ഹാലുലിയ 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 ഹാലുലിയ. സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുക. നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. വാ തുറന്ന് സ്തുതിക്കുക. എല്ലാവരും സ്തുതിക്കണം. അരിയ അരിയ അരിയ. വാ തുറന്ന് സ്തുതിക്കണം. ഹാലലിയ ഹാലലിയ ഹാലലിയ. മടുപ്പ് കൂടാതെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കണ്ണിന് കാഴ്ചശക്തി കൂട്ടി നൽകി കർത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണിൻ്റെ കാഴ്ചക്കുറവുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. കണ്ണിൻ്റെ രോഗാവസ്ഥയുള്ളവർ, കണ്ണിൻ്റെ കാഴ്ച മങ്ങി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. കർത്താവ് കണ്ണിന് കാഴ്ചശക്തി കൂട്ടിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. സ്ഥലം വിറ്റുപോകാത്തവർ പ്രാർത്ഥിച്ചോ. സ്ഥല വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു. ഈ സമയം സാമ്പത്തിക പ്രതിസന്ധിയിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. 1-2 വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചു പെൺകുഞ്ഞിൻ്റെ രോഗാവസ്ഥയിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. 1-2 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുഞ്ഞാണ്. എന്തോ രോഗാവസ്ഥയുണ്ട് ആ കുഞ്ഞിന്. പരിപൂർണ്ണ സൗഖ്യശാസ്ത്രം അനുഗ്രഹിക്കുക. ആ സൗഖ്യം തിരിച്ചറിഞ്ഞ് എൻ്റെ മാതാപിതാക്കൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ഇടയ്ക്കിടെ വയറുവേദന വരുന്ന വ്യക്തിക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചോ. ബ്ലീഡിങ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. നിർത്താതെ ചുമ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. ലിവറിന് അസുഖമുള്ളവർ പ്രാർത്ഥിക്കുക. ലിവർ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. തെറ്റായ സ്നേഹബന്ധത്തിലൂടെ വിവാഹത്തിന് ഒരുങ്ങുന്ന മക്കളോട് അതിന് പിന്തിരിയാൻ ഈശോ പറയാം. ഒത്തിരിയേറെ പാപം ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് തന്നെ ഒത്തിരിയേറെ തെറ്റായ സ്നേഹബന്ധത്തിൽ ഒത്തിരി പാപം ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ആ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ട് വിവാഹത്തിലേക്കൊക്കെ വാശി പിടിച്ച് മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാതെയൊക്കെ ഒരുങ്ങുന്ന മക്കളോട് അതിന് പിന്തിരിയാൻ ഈശോ പറയുകയാണ്. ആരും അങ്ങനെ ഒരുങ്ങുന്നതായിട്ട് കാണിക്കുന്നു. വലിയ സഹനമാണ് മക്കൾക്ക് വരാനിരിക്കുന്നതെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. തുടർച്ചയായി രോഗപീഠകൾ വരുന്നവർ പ്രാർത്ഥിച്ചോ. സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. സന്ധിവാദമുള്ളവർ, ജോയിൻറ്റ് പെയിൻ, സന്ധിവാദം, ബോഡി പെയിൻ ഇങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചോ. സൗഖ്യം തരുന്നുണ്ട്. കണ്ണട വെച്ചൊരു വ്യക്തിയുടെ ശക്തമായ തലവേദന സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. അതിഭയങ്കരമായ പനിയാണ്. പനി കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. പേടി, അതിഭയങ്കരമായ പേടി, ഭയം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി മുന്തിരി കഴിക്കുന്ന ഒരാളെ കാണിക്കുകയാണ്. മുന്തിരി അത് വലിയ തരം മുന്തിരിയാണ്. നല്ല വലുപ്പത്തിലുള്ള മുന്തിരി, കറുത്ത മുന്തിരി, കുരുവില്ലാത്ത മുന്തിരി, അതിങ്ങനെ കുറേ വാരി വലിച്ച് ഓരോ പ്ലേറ്റാലും വലിയ പാത്രം ഇങ്ങനെ വാരി കഴിക്കുന്ന ഒരാളെ എടുത്ത് കാണിക്കുകയാണ്. നിയന്ത്രിക്കാൻ കർത്താവ് സന്ദേശം തരാൻ വലിയ രോഗം വരുമെന്ന് ഈശോ മുന്നറിയിപ്പ് തരികയാണ്. വിറ്റാമിൻ ഡി കുറവുള്ള വ്യക്തിയെ കാണി. എപ്പോഴും വിറ്റാമിൻ ഡി കുറഞ്ഞു പോകുന്ന ഒരാൾക്ക് കർത്താവ് മേഖലയിൽ സൗഖ്യം തരുന്നതായിട്ട് കാണിക്കുന്നു. 28 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ആ വ്യക്തിക്ക് എന്തൊരു പ്രത്യേക രോഗാവസ്ഥയാണ്. ഒരു പ്രത്യേക രോഗാവസ്ഥ, ചികിത്സയൊന്നും ചെയ്തിട്ട് മാറാത്ത രോഗാവസ്ഥ.
അതിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്നതായിട്ട് കാണിക്കുകയാണ്. കണ്ണിൻ്റെ രോഗം, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക്, ഈ മേഖലയിലുള്ള രോഗപീഠകളുള്ളവരെല്ലാവരും പ്രാർത്ഥിച്ചോ. ഒത്തിരി പേർക്ക് ഈ മേഖലയിൽ സൗഖ്യം തരുന്നുണ്ട്. കണ്ണിന് രോഗമുള്ളവർ പ്രാർത്ഥിക്കുക, മൂക്കിന് രോഗമുള്ളവർ പ്രാർത്ഥിക്കുക, മൂക്കടപ്പ്, മൂക്കിൽ ദശ വളരുന്നത്, മൂക്ക് ജലദോഷം, മൂക്കൊലിപ്പ് പ്രാർത്ഥിച്ച്, ചെവി വേദന, ചെവി അടഞ്ഞിരിക്കുക, ചെവി കടി, ഇങ്ങനെ ചെവി സംബന്ധമായ രോഗം, കേൾവിക്കുറവ്, നാക്കിന് രോഗങ്ങൾ, നാവിൽ തൊലി പോകുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ നാവിൻ്റേതായ മറ്റ് കെട്ടുകളുള്ളവർ പ്രാർത്ഥിച്ചോ. ത്വക്ക് സംബന്ധ, സൂര്യാസ് ഉൾപ്പെടെ പാണ്ഡരോഗങ്ങൾ, ഇങ്ങനെ ത്വക്ക് സംബന്ധ രോഗങ്ങൾ പലർക്കും, ഒത്തിരി പേർക്കാണ് ഈ മേഖലയിലൊക്കെ സൗഖ്യം നൽകി കർത്താവ് വാരിക്കോരി അനുഗ്രഹിക്കുന്നുണ്ട്. കൈക്കാൽ മരവിപ്പ് മാറ്റി 3 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്റ്റീഫൻ എന്ന മകൻ്റെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുകയാണ്. ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞ ഗർഭിണിയായ ഒരു മകൾക്ക് സുഖപ്രസവം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞപ്പിത്തം വരുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാലിൻ്റെ അടിയിൽ ചുട്ടുപൊള്ളുന്നത് പോലെ അനുഭവപ്പെടുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നഴ്സുമാർ പ്രാർത്ഥിച്ചോ, നഴ്സുമാരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട്. വിദേശ യാത്രകൾ തടസ്സമുള്ളവരും ജോലി അസ്വസ്ഥതയുള്ള നഴ്സുമാരും അങ്ങനെയുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ, കർത്താവ് ഇടപെടുന്നുണ്ട്. ഒരു ഭവനത്തിൽ നിന്ന് അതിശക്തമായി കൊതുക് ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വെള്ളമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 7 കുടുംബങ്ങൾക്ക് അതിനുള്ള മാർഗ്ഗങ്ങൾ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു കുട്ടിയുടെ വിട്ടുമാറാത്ത മൂക്കൊലിപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് എല്ലാവർക്കും സന്ദേശം നൽകുകയാണ്. തുടർച്ചയായി രോഗപീഠകൾ വരുന്നൊരു കുടുംബത്തെ കർത്താവ് കാണിക്കുകയാണ്. ആ ഭവനത്തിൽ നിറയെ ബോട്ടിലാട്ട് ചെയ്ത മദ്യക്കുപ്പികൾ കാണിക്കാം. മദ്യക്കുപ്പികൾ, കാലിക്കുപ്പികളാണ്, മദ്യക്കുപ്പികളൊക്കെ ബോട്ടിലാട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം മദ്യക്കുപ്പികളെല്ലാം എടുത്ത് നശിപ്പിച്ച് കളയാൻ കർത്താവ് പറയുന്നു. ഒപ്പം ആ വീട് വെഞ്ചിരിക്കാനും ഈശോ പറയുകയാണ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഒരുങ്ങുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ചില വ്യക്തികളുടെ വിവാഹം നടക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം നൽകുകയാണ്. PCOD ഉള്ള മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷന് ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ശരീരം മുഴുവൻ കരപ്പൻ വന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ഭവനത്തിൽ നിന്നും അതിൻ്റെ പരിസരത്തു നിന്നും കുരങ്ങ് ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ജെയിംസ് എന്ന മകൻ്റെ ക്യാൻസർ രോഗം കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. വാരിയലിന് പൊട്ടലുള്ള വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഗർഭിണിയായ മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും അമിതമായ ടെൻഷനുള്ള, അതിന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. മൂക്കിൽ നിന്ന് രക്തം വരുന്ന നിശയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. പാല് കുടിക്കുമ്പോൾ അലർജി കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബിന്ദു എന്ന മകളുടെ തലവേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കണ്ണിന് ചൊറിച്ചിലുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഐശ്വര്യയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കൈക്ക് തീപ്പൊള്ളലേറ്റ വ്യക്തിയോട് വെഞ്ചരിച്ച തേൻ പുരട്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. ബിസിനസ് മേഖലയിൽ അടിക്കടി പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജെയ്സൺ എന്ന മകനോട് പരിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാൻ സന്ദേശം നൽകുകയാണ്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എമിലിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണിന് കാഴ്ചക്കുറവുള്ളൊരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. നാളുകളായി രഹസ്യഭാഗത്ത് ശക്തമായ ചൊറിച്ചിലുള്ള പല മരുന്നുകളും കഴിച്ചിട്ടും ഒരു മാറ്റമില്ലാത്ത ആ വ്യക്തിക്ക് അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഡെയ്സി എന്ന മകളുടെ ഭവനത്തിൽ നിന്നും ഉറുമ്പ് ശല്യം കർത്താവ് എടുത്തുമാരി അനുഗ്രഹിക്കുന്നുണ്ട്. മൈസൂരിൽ നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. വെയിൽ തട്ടുമ്പോൾ സ്കിൻ അലർജി വരുന്നുണ്ട്. അലക്സ് എന്ന മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ബ്രസ്റ്റ് റിമൂവ് ചെയ്തതിനു ശേഷം മുറിവ് ഉണങ്ങാതെ വിഷമിക്കുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജോമോൻ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. വിദേശത്ത് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. അന്ന എന്ന മകളുടെ ജോലി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. 10 വയസ്സിന് താഴെ പ്രായമുള്ള ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വരുന്നൊരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. കഴുത്തിൽ വെന്തിങ് ഇട്ട് കൊടുക്കാൻ കർത്താവ് സന്ദേശം നൽകുക. വാദത്തിൻ്റെ രോഗം ഒരു പെൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 7 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരു ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ ഗ്യാസ് ട്രബിൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിച്ചേൻ. ആലോലി 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 ആലോലിയ. സകല തടസ്സങ്ങളും ബന്ധനങ്ങൾ യേശു നാമത്തെ അഴിയട്ടെ. പ്രേക്ഷിതരാക്കി മാറ്റണമേ, ശുശ്രൂഷരാക്കി മാറ്റണമേ, സാക്ഷികളാക്കി മാറ്റണമേ. ഹാലുലിയ ഹാലുലിയ ഹാലുലിയ. എൻ്റെ പേര് ജോർജ് വർഗീസ് എന്നാണ്. ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത്. ഓർത്തഡോക്സ് സഭാംഗമാണ്. എനിക്ക് ദൈവം തന്ന കൃപകൾ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മൂലം ദൈവം തന്ന കൃപകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നേക്കുന്നത്. ഒന്നാമതായിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. രണ്ടാമത്തെ മോൾ അവളെ പഠിക്കാൻ വേണ്ടി ഇറ്റലിയിൽ പോയി. 2 വർഷത്തെ കോഴ്സായിരുന്നു. അപ്പോൾ അവൾക്കത് പഠിക്കാൻ പറ്റിയില്ല. 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. ആങ്സൈറ്റി മുഖാന്തരം സ്കോളർഷിപ്പൊക്കെല്ലാം കിട്ടി പോയതാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടു. കാര്യം അവൾക്കത് കഴിഞ്ഞിട്ട് വേറൊരു കോഴ്സിന് ചേരാൻ തോന്നിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൽറുഹയിൽ വന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടി. എൻ്റെ ഫ്രണ്ട് ലിജോ മുഖാന്തരമായിരുന്നു. ഞാൻ എൽറുഹയിൽ വന്ന് പ്രാർത്ഥിച്ച് 33 ജപമാല, അത്ഭുത ജപമാല ചൊല്ലാൻ വേണ്ടി ആണ് ഇവിടുന്ന് കിട്ടിയ ഒരു മെസ്സേജ്. അതനുസരിച്ച് ഞാൻ ചൊല്ലി.
അത് കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ചത്തെ അത്ഭുത ജപമാലകൾ റെക്കോർഡ് ചെയ്ത് കാണാൻ പറ്റി. അപ്പോഴൊക്കെ അച്ഛൻ വളരെ പ്രതീക്ഷയോടെ ആണ് എനിക്ക് മെസ്സേജ് കിട്ടിയത്. അതനുസരിച്ച് അവൾ 1.5 വർഷത്തെ ഒരു ലെവൽ 1 കോഴ്സ് CFAയുടെ അവർ 5.5 മാസം കൊണ്ട് അവൾ ട്രൈ ചെയ്തു. ദൈവത്തിന് വലിയ കൃപ കൊണ്ട് അവളത് 90% മാർക്കോടെ അത് പാസ്സായി. അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞു, റിസൾട്ട് വരുന്നതിൻ്റെ തലേന്ന് പറഞ്ഞു, ഒരു മോളെ ഉന്നത വിജയം നേടി ദൈവം അനുഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മാർക്കായിരുന്നു. അതായത് 1000 പേർക്ക് എഴുതുവാണെങ്കിൽ 100 പേർക്ക് കിട്ടാവുന്ന മാർക്കാണത്. അപ്പോൾ അത് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ സാധിച്ചു. ഒന്ന്, ഞങ്ങൾ ദശാംശം കൊടുത്തു. അതുപോലെ തന്നെ പഴയ വിട്ടുപോയ ചില കടങ്ങളൊക്കെ വീട്ടി. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ പണ്ട് ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഫ്രൂട്ട്സിനകത്ത് കുറച്ച് ഇത് ചേർക്കുമായിരുന്നു, റം ചേർക്കുമായിരുന്നു. അപ്പോൾ അത് അച്ഛൻ വിളിച്ച് പറഞ്ഞു, മദ്യം തീർച്ചയായിട്ടും ഉപേക്ഷിക്കണമെന്ന് പറയുമായിരുന്നു. അതനുസരിച്ച് ഞാൻ അതെല്ലാം എടുത്തു മാറ്റി വീട്ടിൽ നിന്ന്. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അത് കുറച്ച് നാളായിട്ട് വിറ്റ് പോകണമായിരുന്നു, വലിയ ആഗ്രഹമായിരുന്നു. വിറ്റ് പോകുന്നില്ല, കാര്യം അത് ചരിഞ്ഞൊരു സ്ഥലമായിരുന്നു. അത് ഇതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോഴും അതുപോലെ അത്ഭുത ജപമാല കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, സ്ഥലം വിറ്റ് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, അവർ ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദശാംശം കൊടുത്ത് പ്രാർത്ഥിച്ചു. 1 വർഷമായിട്ട് ഞാനത് വിൽക്കാൻ വേണ്ടി നോക്കുമായിരുന്നു, കാര്യം മോടെ ഒരു ആവശ്യത്തിന് വേണ്ടിയായിരുന്നു. ആ ദശാംശം കൊടുത്തു കഴിഞ്ഞിട്ട് 2 മാസത്തിനകത്ത് ആൾക്കാർ വന്ന് പല പ്രാവശ്യമായിട്ട് അത് വന്ന് എനിക്ക് വിൽക്കാൻ സാധിച്ചു. അവിടെ അടുത്തുള്ളവർ തന്നെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇതാണ് ഏറ്റവും വലിയ അതിശയപരമായിട്ട്. ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്തില്ല, ഞാനൊരു പത്രത്തിൽ കൊടുത്തില്ല, ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല, അടുത്തുള്ളവർ തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയി. അതും ഇതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ പോലെയൊക്കെ തുറന്ന കുമ്പസാരം ചെയ്യണം, അതെല്ലാം ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ ഞാൻ കൃപയായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം പറയാനുള്ളത്, വീട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം വവ്വാൽ വന്നൊരു പർട്ടിക്കുലർ സ്ഥലത്ത് കാഷ്ടിക്കുമായിരുന്നു. അപ്പോൾ ഞാനത് എന്ത് ചെയ്താൽ എനിക്കത് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണെന്ന്. അച്ഛൻ ഇതുപോലെ പറയുമായിരുന്നു, വവ്വാൽ ശല്യമുള്ളവർ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്ഥിരമായിട്ടത് ചെയ്തുകൊണ്ടിരുന്നു. അത് പൂർണ്ണമായിട്ടും മാറി. അപ്പം ഇതെല്ലാം ഇവിടെ വന്ന് എൽഡുഹയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ 100% വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അച്ഛൻ്റെ പ്രാർത്ഥന, അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന, കർത്താവിൻ്റെ വലിയൊരു കൃപ കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിവിടെ ഈ അത്ഭുത ജപമാലയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്യണം. കാര്യം അതിനകത്ത് ഒരുപാട് അനുഗ്രഹം അടങ്ങിയിരിപ്പുണ്ട്. അച്ഛൻ പറഞ്ഞതനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദശാംശം കൊടുക്കാൻ പറ്റി. വേളാങ്കണ്ണി പോകാനുള്ള ഒരു നേർച്ച ഉണ്ടായത് 2.5 വർഷമായിട്ട് പെൻഡിങ് ആയിട്ട് കിടന്നത്, അത് അച്ഛൻ ഓർപ്പിച്ചുകൊണ്ട് അത് പോകാൻ പറ്റി. അതുപോലെ തന്നെ പഴയ കടങ്ങളൊക്കെ ഉള്ളത് വീട്ടാൻ പറ്റി. പിന്നെ വീട്ടിലെ 1-2 മദ്യക്കുപ്പി ഉണ്ടായിരുന്നു, ഞങ്ങളങ്ങനെ കുടിക്കുന്നില്ലെങ്കിൽ ആൾക്കാർക്ക് വരുമ്പോൾ ചിലപ്പം അതൊക്കെ എടുത്ത് മാറ്റി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ പറ്റിയപ്പോഴാണ് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിക്കാൻ തുടങ്ങിയത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനോടും അതിലെല്ലാം ഉപരി ദൈവത്തോടും ഒത്തിരി നന്ദിയുള്ളവനാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈശോ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കരുണാമയ കനിയേണമേ ദൈവപിതാവേ, കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ.